ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തിരുവചനത്തിനും നമ്മൾ പഠിച്ചല്ലോ. അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? മനുഷ്യന് എത്ര ഭാഗങ്ങളാണുള്ളത്, അത് തിരുവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമുക്കത് ചിന്തിക്കാം. പ്രത്യേകിച്ച് ആളുകൾക്ക് ഒത്തിരി കൺഫ്യൂഷനുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് സ്പിരിറ്റ് സോൾ എന്നുള്ളൊരു വിഷയം വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് അത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ മനുഷ്യൻ്റെ സൃഷ്ടി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ സൃഷ്ടി നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അപ്പോൾ ആ മനുഷ്യനാണ് നമ്മുടെ ആത്മമനുഷ്യൻ. ആ ആത്മമനുഷ്യനോടാണ് ദൈവം വാഴുവാൻ പറഞ്ഞത്. ആത്മമനുഷ്യനിലൂടെ മാത്രമേ അത് വാഴാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വാഴുന്ന അല്ലെങ്കിൽ റെയിനിങ്ങിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സൃഷ്ടിയാണല്ലോ നമ്മളുടെ ക്വസ്റ്റ്യൻ. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്ന് കാണുന്നു. സോ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച ഒരു ദേഹം, ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയ ഒരു ദേഹി, മാൻ ബിക്കേം ലിവിങ് സോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേഹി എന്ന് വെച്ചാൽ സോൾ, സോൾ ഇഷ്ടം. അപ്പോൾ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച ഒരു ദേഹം, അത് ഫിസിക്കൽ ബോഡി, ദൈവത്തിൻ്റെ ശ്വാസം ഊതിയ സോളിഷ്ടലം, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മമനുഷ്യൻ. ഇപ്പോൾ ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഈ സ്പിരിറ്റും സോളും തമ്മിലാണ്. സോളിഷ്ടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ല്, നമ്മുടെ വികാരം, നമ്മുടെ ഇച്ഛ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബുദ്ധിമണ്ഡലം, അതെല്ലാം ഈ സോളിഷ്ടലത്തിൽ വരുന്നതാണ്. ഇല്ലെങ്കിൽ അത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ ബോധം വരുത്തുന്നതാണ്. ഇപ്പോൾ ആളുകൾ പറഞ്ഞിട്ടല്ലേ, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ മീ, ഗീവ് ദ സെൽഫ് കോൺഷ്യസ്. സോളിഷ്ടലം അതും ദൈവം തന്ന ഒരു ഇതാണ്. അത് ദൈവത്തിൻ്റെ ശ്വാസത്തിലാണ് അതുണ്ടായത്. അപ്പോൾ അത് നമുക്ക് തിരുവചനം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സത്പ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനെന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ ശ്വാസമായിരിക്കുന്ന തിരുവചനത്തിലൂടെ അത് ധ്യാനിച്ച് അതിൽ നിന്ന് മനസ്സ് പുതുക്കി നമ്മുടെ സോളിഷ്ടലം ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്കായിത്തീരാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. എന്നാൽ ഈ 3 കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മമനുഷ്യൻ. സോ വി ഹാവ് ദ സെയിം കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ടു വർക്ക് ആസ് എ ഗാഡ്, ബേസിക്കലി ത്രൂ ദ സ്പിരിറ്റ് മാൻ, ഇൻ ദ സ്പിരിറ്റ്. ഓക്കെ, അത് ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്വരൂപം സാദൃശ്യമായത് കൊണ്ട് തന്നെ ഗാഡ് ഈസ് സ്പിരിറ്റ്. അപ്പോൾ ദൈവമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, ദൈവമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ് എല്ലാം സ്പിരിറ്റിലായിരിക്കണം. അതുകൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ ചിന്തയിൽ പലപ്പോഴും നമ്മൾ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് പേർത്ത് കുളിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിലാണെന്നുള്ളതാണ്. എന്നാൽ that's the only element in the body, the spirit, to connect with the God, because God is spirit. അപ്പോൾ ദൈവം ആത്മാവായതുകൊണ്ട് തന്നെ ദൈവത്തോട് നമുക്ക് സംവാദിക്കുവാനും ദൈവം നമ്മൾ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ മനുഷ്യനിലൊരു ഫാക്കൽറ്റിയാണ് സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ്. അപ്പോൾ ബോഡി ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോഡിക്ക് എപ്പോഴും ഈ മണ്ണിനോടുള്ള ആഗ്രഹം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് നോക്കിയാലും അതിൻ്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് കം ഫ്രം ദ എർത്ത്, മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിലേക്ക് തിരികെ ചേരുന്നതുമാണ്. അപ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസമായതുകൊണ്ട് ദൈവത്തിന് അതിന് പ്രാണൻ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും, സഭാപ്രസംഗികൾക്ക് വായിക്കുന്ന പോലെ. അപ്പോൾ ഈ 3 ഫാക്കൽറ്റി നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരുവചനം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഈ പ്രത്യേകിച്ച് 1-2 സ്ഥലത്ത് ഈ വാക്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 3 ഭാഗങ്ങൾ. പ്രത്യേകിച്ച് 2
ഞാൻ വായിക്കാം. 1 തെസ്സലോണിയൻസ് 2 തെസ്സലോണിക്കനല്ല, 1 തെസ്സലോണിയൻസ് 5 അതിൻ്റെ 23 1 തെസ്സലോണിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമ്മൾ നോക്കുമ്പോഴേക്കും, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പാടുമാറാകട്ടെ. അപ്പം അവിടെയും ആ ഓർഡറിൽ തന്നെ പറഞ്ഞേക്കുന്നത് ആത്മാവും പ്രാണനും ദേഹവും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ 3 ഫാക്കൽറ്റി. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന് ഒരു ഉദാഹരണം കൂടി അതിന് പറയുകയാണെങ്കിൽ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു വാക്യമുണ്ട്. വചനം പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സിൻ. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും ഞാൻ പാപം ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ദൈവദാസന്മാർ പറയും ഇതൊക്കെ ഒരു ഹയർ റലമാണ്. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ എത്തുന്നൊരു സ്റ്റേജാണ്, റലമാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഈ സ്പിരിറ്റ് സോൾ ബോഡി ഇല്ലെങ്കിൽ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആണ് അത് വചനം ക്ലിയർ ആയത്. അപ്പോൾ അത് വളരെ ഡിസ്റ്റിങ്വിഷ് ആയിട്ട് നമുക്ക് പല വചനങ്ങളും നമുക്ക് അതുപോലെ തന്നെ പഠിക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ചെന്ന് പാപം ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ ആദാമി മനുഷ്യൻ, അതിലൂടെ ആ തലമുറയിൽ ജനിക്കുന്ന എല്ലാവരും പിന്നെ പാപത്തിലാണ് ജനിക്കുന്നത്. ദൈവമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്താൽ ദൈവമായിട്ടുള്ള ഫെല്ലോഷിപ്പ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോൾ ദൈവമായിട്ട് പിന്നെ കണക്റ്റ് ആകുക ചെയ്യുന്നത്. അതിനാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബോൺ-അഗൈൻ എക്സ്പീരിയൻസ് സംഭവിക്കുന്നത്, ആത്മാവിനാൽ നമ്മൾ ജനിക്കുന്നു. ആ ആത്മാവ് ദൈവമായിട്ട് കണക്റ്റഡ് ആകുന്നു. ആത്മാവ് എഫെസ് ലേഖനമെല്ലാം പഠിക്കുമ്പോൾ നമുക്കറിയാം അത് പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുക. ഓക്കെ, സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ വാക്യങ്ങളൊക്കെ എടുത്ത് നമുക്കത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിലല്ല പാപം ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്യുന്നത് നമ്മുടെ സോളിഷ് ശരീരത്തിലും നമ്മുടെ മനസ്സിലും, അത് ബോഡിയിലൂടെ പുറത്തേക്ക് വരുന്നു. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഈസി. ഇപ്പം നമ്മുടെ ഒരു വീണ്ടും ജനിച്ച വിശ്വാസി ദൈവപൈതലിൻ്റെ യഥാർത്ഥ ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വചനത്താൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതാണ് ജീവനുള്ള യാഗമായിട്ട് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. മനസ്സെന്ന് പറയുമ്പോൾ പ്രാണന്റെ ഭാഗം, നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വചനം വായിക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. സോ അതിനനുസരിച്ച് രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീച്ചിങ്ങൊന്നും അധികം നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ് ആളുകൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പിന്നെ സ്ട്രഗിൾ ചെയ്യുക. നമ്മൾ പല ബാഹ്യമായിരിക്കുന്ന അനേക കാര്യങ്ങൾ നിർത്തും. അതെല്ലാം വേണ്ടതാണ്. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുടെ ലെവൽ. നമ്മൾ വിശുദ്ധിയിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കും. സിനിമ കാണത്തില്ല, TV കാണത്തില്ല, മീശ വെക്കത്തില്ല, താടി വെക്കത്തില്ല. താടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഐ ഡോണ്ട് നോ. സോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അനേക മനുഷ്യർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന അനേക നിയമങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടു പോകും. കാരണം അത് വിശുദ്ധിയുടെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടും. എന്നാൽ യഥാർത്ഥമായിട്ട് വീണ്ടും ജനനത്തിൽ സംഭവിച്ചത് നമ്മുടെ ആത്മാവാണ് വീണ്ടും ജനിച്ചത്. ആത്മാവായിട്ട് കണക്റ്റായി. പിന്നെ നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് പുതുക്കലിൻ്റെ അനുഭവമാണ്. നമ്മുടെ സോൾ ശലത്തിൻ്റെ അതിൻ്റെ പ്രോസസ്സാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നടക്കുന്നത്. കാരണം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കാഹളനാദത്തെങ്കിൽ ഞൊടി നേരത്തിനുള്ളിൽ നടക്കും. അപ്പോൾ മനസ്സ് പുതുക്കുന്നതാണ് ജീവനുള്ള ശരിക്കും യാഗം. പഴയ നിയമങ്ങളിൽ യാഗം ഉണ്ടായിരുന്നത് പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ആ യാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ചെയ്യേണ്ട അനേക യാഗങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു യാഗമാണ് ദൈവത്തിൻ്റെ, ഞാൻ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് വായിക്കാം. റോമലേഖനം 12-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും
നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അതാണ് ലിവിങ് സാക്രിഫൈസ്. അപ്പോൾ നന്മയുള്ള ദൈവഹിതമുണ്ട്, പ്രസാദമുള്ള ദൈവഹിതമുണ്ട്, പൂർണ്ണതയുള്ള ദൈവഹിതമുണ്ട്. ഞാനതെല്ലാം പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. 30 മേനി, 60 മേനി, 100 മേനി എന്നുള്ള അനുഭവത്തിലെല്ലാം. അപ്പോൾ പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ ഈ മനസ്സ് പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവഹിതം അറിയാൻ പറ്റത്തില്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുന്നത് വചനത്തിലുണ്ട്. അത് വായിച്ച് നമ്മുടെ മനസ്സ് പുതുക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സാധാരണ ഒരു റിച്വൽസിലൊക്കെ ഇങ്ങനെ പോയി നമ്മൾ ചർച്ചയിൽ പോകുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു. ഇതെല്ലാം നല്ലതാണ്. എന്നാൽ നമ്മളിങ്ങനെ പർവ്വതം ചുറ്റിയത് പോലെ തന്നെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒരു ആത്മീയമായിരിക്കുന്ന ഒരു വളർച്ചയിലേക്കോ ഒരു മെച്യൂരിറ്റിയിലേക്കോ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുതന്നെയല്ല, നമ്മളുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കും ഇതൊരു മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ജീവനമാണ്, നമുക്ക് ദൈവത്തോട് ചെന്നിട്ടുള്ള വശം. പണ്ടൊരു പാട്ടുകാരൻ പാടിയതല്ല, ഭൂവിൽ സ്വർഗജീവിതം ആരംഭിച്ചിടുന്നിതാ, ആവിയുടെ വാസമോ ജീവസൗരഭ്യം ഇവിടെ വെച്ച് തന്നെയാണ്. നീതി സമാധാനം അതും ആത്മസന്തോഷം അതും ദൈവരാജ്യം ഭൂവതിൽ പിന്നെ സ്വർഗവും. സോ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഈ ദൈവമായിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ സൃഷ്ടിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ ദേഹം എന്താണ്, ദേഹി എന്താണ്, നമ്മുടെ ആത്മാവ് എന്താണ്. അപ്പോൾ പല വചനങ്ങളും ഈ പല ഭാഗത്തിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്രേ, ആസ് ഫോർ ബോഡി. അത് എക്സസൈസ് നല്ലതാണ്, പക്ഷേ അത് അല്പപ്രയോജനം. ദൈവഭക്തിയോ ഇപ്പോൾ തന്നെ വരുവാനുള്ളതിൻ്റെ നമുക്ക് പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. സോ അപ്പോൾ ആ ഒരു സെപ്പറേഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിടുതൽ കിട്ടിയ ആ വാക്യം അതാണ്. ദൈവത്തിന് ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് വചനം പറയുമ്പോഴേക്കും വചനം ഒരിക്കലും തെറ്റത്തില്ല. അപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് തെറ്റ് വന്നത്. അപ്പോൾ അത് എൻ്റെ ആത്മാവിൽ ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ പാപം ചെയ്യും. Amen.